സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അധ്യക്ഷൻ സയ്യിദുൽ ഉലമ ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലേക്ക് വന്ന സാഹചര്യം മുതൽ അതിനു മുൻപുള്ള മഹാന്മാർ നിലനിർത്തിക്കൊണ്ടുവന്ന ഈ പാരമ്പര്യത്തെ ഒന്നുകൂടെ ശക്തമാക്കി. കാരണം വർഗീയ പ്രചാരണങ്ങൾ ഏതൊക്കെ രൂപത്തിൽ ഈ നാട്ടിൽ പ്രചരിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമാണ്. എങ്ങനെ ജനങ്ങൾക്കിടയിൽ വിള്ളലുകൾ ഉണ്ടാക്കാം, എങ്ങനെ വർഗീയമായ ചേരിതിരിവുകൾ ഉണ്ടാക്കാം, ഇത് ആഗ്രഹിക്കുന്ന ആളുകളാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ ഒരു നൂറ്റാണ്ട് കാലത്തെ പ്രവർത്തനത്തിനിടയിൽ ഈ പറയുന്ന ഒരു സൗഹൃദാന്തരീക്ഷം, ഇത് ശംസുൽ ഉലമയുടെ, കണ്ണിയത്ത് ഉസ്താദിന്റെ, ചെറുശ്ശേരി ഉസ്താദിന്റെ, സമസ്തക്ക് നേതൃത്വം നൽകുന്ന ഓരോ പണ്ഡിതന്മാരുടെയും വാക്കുകളിലും പ്രസംഗങ്ങളിലും അവർ ശക്തമായി നിലനിർത്തി. കോഴിക്കോട് സമസ്തയുടെ 60ാം വാർഷിക സമ്മേളനം നടക്കുമ്പോൾ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ ഊന്നിപ്പറഞ്ഞ ഒരു കാര്യം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ രാജ്യത്തെ മതസൗഹാർദ്ദം നിലനിൽക്കുന്നത് എന്നതാണ്. ഈ ശതാബ്ദി ആഘോഷവേളയിലും 100ാം വാർഷികത്തിന്റെ വിവിധ പ്രചാരണ പരിപാടികൾ നടത്തുമ്പോഴും ഈ കാലഘട്ടത്തിൽ ആ ഒരു കാര്യം ശക്തമായി നമ്മൾ പറയേണ്ട കാര്യമില്ല. കാരണം പൊതുസമൂഹത്തിനറിയാം, ഈ രാജ്യം ഭരിക്കുന്നവർക്കറിയാം, ഈ പ്രദേശങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർക്കറിയാം, ഒരു നൂറ്റാണ്ട് കാലം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ രാജ്യത്തിന്റെ ഭരണ സംവിധാനങ്ങൾക്കെതിരെ, ഭരണഘടനക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ ഉയർത്തി ഈ നാടിന്റെ സ്വാസ്ഥ്യത്തെ കെടുത്താൻ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തിന്റെ പതാക ഏന്തുന്ന ആളുകൾക്ക് ഏതെങ്കിലും ഒരു മാളത്തിൽ പോയി അവർ ചെയ്ത പ്രവർത്തനങ്ങളുടെ പേരിൽ ഒളിച്ചിരിക്കേണ്ട ഒരു ഗതികേടുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഈ രാജ്യത്ത് തീവ്രവാദാരോപണങ്ങൾ, ഭീകരവാദാരോപണങ്ങൾ പലപ്പോഴും ഈ സമൂഹത്തെ പ്രതിക്കൂട്ടിലാക്കി നടത്തുമ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നേരെ ആ തരത്തിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഒരാരോപണം ഉന്നയിക്കാൻ ഈ രാജ്യത്തെ വർഗീയ ശക്തികൾക്ക് പോലും സാധ്യമായിട്ടില്ല എന്ന് അഭിമാനത്തോടെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.